ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ റെഡിയായൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എവിടെ പോവുകയാണെന്നല്ലേ. ഞങ്ങളൊന്ന് കുണ്ടറയ്ക്ക് പോവുകയാണ്. അതായത് ഇവിടുത്തെ മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു എനിക്കൊന്ന് പോകാമെന്ന്. കാരണം ഇന്ന് കിച്ചൂസിന് സ്കൂളിലും പോകണ്ട. അപ്പോൾ വെറുതെ ഇരിക്കുമല്ലോ. അപ്പോൾ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോൾ ഒന്ന് പുറത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം പറ്റുന്നത്രയും കവർ ചെയ്തെടുക്കാൻ നോക്കാം. എല്ലാവരും പറയുന്നുണ്ട് ഒരു വെറൈറ്റി വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇതെങ്കിലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അതുമല്ല നമുക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. കാരണം വന്നിട്ട് എനിക്ക് വേറെ കുറച്ച് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളോട് വഴിയേ പറയാം. അപ്പോൾ വീണ്ടും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും ഷോക്കായിട്ടുണ്ട്. ഇതേ നമ്മുടെ കുഞ്ഞുവാവയെ നോക്കിക്കുക, അവനാണ് കേട്ടോ ശരിക്കും ഷോക്കായിരിക്കുന്നത് നമ്മളെ കണ്ടിട്ട്. അവൻ്റെ മുഖത്തെ സന്തോഷം ഒന്ന് നോക്കിക്കുക. എന്തായാലും വിളിച്ചപ്പോഴേ വന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് വരത്തില്ലായിരിക്കുമെന്ന്, കാരണം കുറേ നാളുകൾക്ക് ശേഷമല്ലേ അവനെ കാണുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് വരത്തില്ലായിരിക്കും എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ലൈവിലൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുവാവ ആരാണ് എന്നുള്ളത്. കുഞ്ഞുവാവ നമ്മുടെ മമ്മിയുടെ അനിയത്തിയുടെ മോനാണ്. അപ്പോൾ മോൻ്റെ പേര് ജോബി എന്നാണ് കേട്ടോ. ഈ ജോബി എന്ന് പേരിട്ടതിനൊരു ചെറിയൊരു കാരണമുണ്ട്. അത് വരും വഴികളിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എങ്ങും വരുന്ന വഴിക്ക് എങ്ങും കയറാനോ എടുക്കാനോ ഒന്നും കിച്ചൂസ് സമ്മതിച്ചില്ല. അതിൻ്റെ കാരണം ദേ ഇവനാണ് കേട്ടോ. ഇവനെ വന്ന് എത്രയും പെട്ടെന്ന് കാണുക എന്നുള്ളതായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞാവെ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും അങ്ങനെയാണല്ലോ, ഈ ലോകമേ മറക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവനെ കളിപ്പിക്കുക, അവൻ്റെ കൂടെ ഇരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ആദ്യത്തെ മെയിൻ പരിപാടി. കിച്ചൂസ് ശരിക്കും അവനായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ കള്ളൻ്റെ ഓട്ടം നോക്കിയൊക്കെ. കിച്ചൂസായിട്ട് ഭയങ്കര കളിയിലാണ് ആശാന്. ഫ്രിഡ്ജാണ് ഞങ്ങളുടെ പുതിയ അലമാര. ഇതിനകത്തുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബിന്ദു ആന്റി, മമ്മിയുടെ അനിയത്തി. ഇല്ലേ ആന്റി, പരിചയപ്പെടാന്റി. അതാണ് ജന്മന കിട്ടിയൊരു സിദ്ധയാണ്. റെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളിത്. സവാള മാലിന് ചാറ് പോലെ രണ്ടാ മതി. ആന്റി ഒരു സ്പെഷ്യൽ കുക്കാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാ. ചുമ്മാ ചമ്മന്തി അരച്ചാലും ടേസ്റ്റാ. മമ്മിക്കൂടെ കൊടുത്തോളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും എടുക്കാറില്ല. നല്ല നാടൻ നെല്ലിക്ക ഉപ്പിലിട്ടത്. അടിപൊളിയല്ലേ? ആ തക്കത്തിൽ വെള്ളം കുടിക്കുന്നു. എരിവൊക്കെ ഉണ്ടാവല്ലേ? നല്ല എരിവ്, നല്ല ഉപ്പ്. നമ്മുടെ പറമ്പിലെ ചീര അങ്ങനെ കുണ്ടറയിൽ വരെ എത്തി. നമുക്കിന്ന് ഇതിനെ ഇവിടെ നമുക്കിന്ന് കറിയാക്കല്ലേ. നമ്മുടെ ദുബായിലെ പാമ്പാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ചെന്നതായിരുന്നു. അതുകൊണ്ട് ആൻറ്റി പെട്ടെന്ന് ജോലിയൊന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ആൻറ്റി ഞങ്ങൾ ചെല്ലുന്നതിനകം തന്നെ ജോലിയൊക്കെ ഒതുക്കി സെറ്റായിട്ടിരുന്നതിന്. കാരണം ഒരുപാട് നാളത്തെ വിശേഷങ്ങൾ നേരിട്ട് കാണുമ്പോൾ പറയാനുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റി എല്ലാം ചെയ്തിട്ടിരുന്നതിന്. പക്ഷേ ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ചെന്നതുകൊണ്ട് തന്നെ ഓരോ സമയത്ത് ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ, പറയാതെ ചെന്നതിന്. അങ്ങനെ നമ്മൾ കൊണ്ടുചെന്ന ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചീര. അങ്ങനെ നമ്മൾ ചീര കൊണ്ടുവന്നതാണ്. അങ്ങനെ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ആൻറ്റിയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ നമ്മൾ ചിക്കൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനിടയ്ക്കെല്ലാം ഇതിൻ്റെ ഒരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആൻറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെയും കൂടെ അലപ്പും ബഹളവും ഒക്കെ കാരണം നമുക്കത് കട്ട് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ആൻറ്റി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ
ആദ്യമേ നമ്മുടെ ചിക്കനകത്തോട്ട് എന്താണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് അതെല്ലാം കൂടെയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള രീതിയിൽ ഒന്ന് റെഡിയാക്കി ഒന്ന് സെറ്റാക്കി വെക്കും. അതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മളെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സവാളയും ഒക്കെ കുറേശ്ശെയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് അതിനെ ഒന്ന് വരട്ടിയാണ് എടുക്കുന്നത്. നമ്മൾ ചാറ് പോലല്ല കേട്ടോ വെക്കുന്നത്. അതാകുമ്പം ഫ്രൈ എന്നും ആയി എന്നാൽ കറിക്ക് കറിയുമായി. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറേ നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ സമയത്തൊക്കെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ ആൻറ്റി കറികളൊക്കെ നോക്കുന്നുണ്ട്, ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആൻറ്റി നല്ലൊരു സ്പെഷ്യൽ കുക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാതല്ല കേട്ടോ, ആൻറ്റി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാമോ. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ വയറ് നിറച്ചും മനസ്സ് നിറച്ചുമൊക്കെ ആൻറ്റി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുവേ. അത് വല്ലാത്തൊരു കഴിവ് തന്നെയല്ലേ. നമുക്ക് ഫുഡ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ എന്താണ് ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് തൃപ്തിയാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സും വയറും നിറഞ്ഞ് ഫുഡ് നല്ലത് കൊടുക്കുക എന്നുള്ളത് ആ ഒരു ടാസ്ക്കാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആൻറ്റിയെ സംബന്ധിച്ച് ആൻറ്റി നന്നായിട്ട് തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ആൻറ്റിയുടെ സ്പെഷ്യൽ ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ആൻറ്റി പറയുന്നുണ്ട് രാവിലെ ആൻറ്റി ഡാല് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വന്നിരുന്നെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ എടുക്കാമെന്നൊക്കെ ആൻറ്റി ഇങ്ങനെ പറയാണ്. ഡാല് കറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു അന്യായ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ലേ. അപ്പോൾ അങ്ങനെ ചീരയൊക്കെ ഇടയ്ക്കൂടെയൊക്കെ അരിച്ചിലൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്കൂടെ വഴക്ക് കുറച്ചിലും വിഷമങ്ങളും പരിഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ, കാരണം പറയാതെ വന്നതിൻ്റെ തന്നെ. അങ്ങനെ ഏകദേശമൊക്കെ നമ്മുടെ ഫ്രൈ ഒക്കെ ആയിക്കഴിഞ്ഞു. അങ്ങനെ ഫ്രൈ ഒക്കെ ഒന്ന് കോരിയെടുക്കുവാണേ. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറി ഞാൻ ബാക്കി ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ അവിടെ എല്ലാവർക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഇങ്ങനെ വരട്ടി വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇതിനിടയ്ക്കൂടെ വളകിലിക്കടി കുഞ്ഞോളെ മമ്മി താളം ഇട്ടു, ബാക്കി ഞാൻ ഫില്ല് ചെയ്തു, അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നേ, അപ്പോൾ ചിക്കൻ്റെ കാര്യം. അപ്പം ചിക്കൻ ഇങ്ങനെ വെള്ളം തൊട്ട് വെക്കുന്നത് ഇഷ്ടമല്ല. ഇതിങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ ചിക്കൻ ഫ്രൈയും ആണോ എന്ന് ചോദിച്ചാൽ ഫ്രൈയും ആണ്, എന്നാൽ കറിയാണോ എന്ന് ചോദിച്ചാൽ കറിയുമാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനും ഇങ്ങനെയാണ്, മിക്കപ്പോഴും ഞാനും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. കാരണം കറിയൊക്കെ വെച്ചിരുന്നാൽ ചിലവാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചിലവായി പോവുകയും ചെയ്തോളും, നല്ല ടേസ്റ്റുമാണ്. ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഈ ദുഷ്മ അങ്ങനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. മമ്മി പറഞ്ഞത് എന്നേലും വന്ന ആൻറ്റിക്കുണ്ടോ, ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. ആൻറ്റിക്ക് പൊക്കം കുറവുണ്ടാവും, എന്റെ തോട് കയറിയിരിക്കുക, എന്റെ തോട് കയറിയിരിക്കുന്ന എന്നിട്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കാം. നടക്കത്തില്ല, ഇട്ട് തരത്തില്ല. ആ ജോലി എന്താണ്ട് വന്ന തോടിലോ അടുത്തൊക്കെ ഈ സമയത്ത് റോബിൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. റോബിനും അങ്ങളും കൂടെ പുറത്ത് പോയിരുന്നതാണ്. ജോബി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വല്ല ആറ്റിലൊക്കെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞത് റോബിൻ്റെ അനിയനാണ് കേട്ടോ. അവൻ നമ്മളെ വിട്ട് പോയല്ലോ, മരിച്ചു പോയല്ലോ. അപ്പോൾ അവൻ്റെ കാര്യമാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതൊരു നിമിഷത്തിൽ അവനെ പറ്റി തന്നെയാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത്. നമ്മുടെ ഡെയിലിയുള്ള വിശേഷങ്ങളെക്കാട്ടിലും കൂടുതലും അവൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ എല്ലാവരോടും കൂടുമ്പോൾ സംസാരിക്കാറുള്ളത്. പിന്നെന്താണ്, അങ്ങനെ ഏകദേശമൊക്കെ തോരനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെന്താണ്, ഞാൻ ചിക്കനൊക്കെ ഒരുവിധമൊക്കെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനിടയ്ക്കൂടെ പിന്നെ ഇതിന് ഉപ്പ് നോക്കുന്ന കലാപരിപാടികളൊക്കെ നടക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഇതെല്ലാം ആവുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കൂടെ ഞാനൊരു ചീര അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൻറ്റി അതിനെന്നെ കളിയാക്കുകയാണ് കേട്ടോ. നീ എവിടുത്തെ അരിച്ചിലുകാരിയാണെന്ന് ചോദിച്ചിട്ട് ആൻറ്റി എന്നെ കളിയാക്കുവാണേ. അങ്ങനെ ചീര ആൻറ്റി ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനിടയ്ക്കൂടെ അങ്കിള് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഈ ചീരയ്ക്കകത്ത് തേങ്ങ ഇങ്ങനെ ചിരകിയിട്ട് വെക്കുന്നതിനെക്കാട്ടും നല്ലത് തേങ്ങയുടെ പാലൊഴിച്ചിട്ട് ചീരത്തോരൻ വെക്കുന്നത് നല്ലതെന്ന്. അപ്പം ഞാൻ ആലോചിക്കും. അപ്പോൾ ഞാൻ ആൻറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നോർമലി ഒരു ചീര തോരൻ വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ അത്രത്തോളം കിടന്ന് ഡ്രൈ ആക്കി എടുത്താൽ ചീര ഒന്ന് വെള്ളം നനവില്ലാണ്ട് കിട്ടും. പക്ഷേ ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് കഞ്ഞി പോലെ കലങ്ങി പോകത്തില്ലേ. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പം ആൻറ്റി എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ആൻറ്റി അത് കുറേ നേരം ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്താൽ മതി, അപ്പോൾ അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അരപ്പൊക്കെ അരച്ച് ഇങ്ങനെ ഇട്ടു. നമ്മുടെ ചീര അങ്ങനെ റെഡി ആയിക്കൊണ്ട് അങ്ങനെ നമ്മുടെ പറമ്പിൽ വിളഞ്ഞ നമ്മുടെ സ്വന്തം ചീര അങ്ങനെ കുണ്ട്രയിലും എത്തി നമ്മളെല്ലാവരും കൂടി കഴിക്കാനുള്ള പ്ലാനിലാണ്.
അപ്പോൾ എഗെയിൻ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിനിടയ്ക്കും കൂടെ ഗോഷ്ടികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മമ്മിക്ക് അവിടെ ഇരുന്ന് ഇളക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ഇതിനിടയ്ക്കൂടെ നമ്മുടെ കുഞ്ഞാപ്പു വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാപ്പുമായിട്ടുള്ള സുന്ദരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ പിന്നെ നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ പോകത്തില്ല കേട്ടോ. ഇങ്ങനെ മാറിയും തിരിഞ്ഞ് ഓടിയും കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഭയങ്കര രസമാണ് കേട്ടോ അവൻ്റെ കാര്യങ്ങളെല്ലാം. നമുക്ക് രണ്ട് കിച്ചണാണ് ഇവിടെ കേട്ടോ. മറ്റേ കിച്ചൺ ഞാൻ കാണിച്ചു തരാം. ഇതും ഒരു അടുക്കളയാ. ഞങ്ങൾ രണ്ട് അടുക്കളയുണ്ട്. ഇത് ഞങ്ങൾക്ക് അങ്കിളിൻ്റെ വർക്ക്ഷോപ്പാണ്. അങ്കിളിൻ്റെ വർക്ക്ഷോപ്പാണ്. അങ്ങനെ കിടക്കുക. പിന്നെ ഇങ്ങനെ കയറി വരുമ്പോഴാണ് നമ്മുടെ ഈ കിച്ചൺ. ഹലോ മുത്തുമണി, ഇതാണ് പിന്നെ നമ്മുടെ കിച്ചൺ. തീ കുറച്ചിട്ട് എണ്ണ പിടിക്കും അല്ലേ ആൻറ്റി? ചുമ്മാതാ, എനിക്കറിയായിരുന്നു. തീ കുറച്ചിട്ട് ഞാൻ കണ്ടില്ല. എത്ര അവകാശികളാന്ന് നോക്കിക്കേ. എനിക്കറിയത്തില്ല. ഒരു മന്ദബുദ്ധി കൂടി നീ ലോകത്തുണ്ടെന്ന് മനസ്സിലായല്ലേ. എണ്ണ കുറച്ചിട്ട് എനിക്ക് തോന്നി ഇത്രയും മതിയായിരിക്കും. മതിയോ? സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ, അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ സ്ഥിരം ഇവിടെ തന്നെയായിരുന്നു. അന്ന് ഈ വീടൊന്നും ആയിരുന്നില്ല കേട്ടോ, പഴയ ഒരു വീടായിരുന്നു. ഈ വീടൊക്കെ അവർ രണ്ടാമത് വെച്ച വീടാണ്. അന്ന് നിന്ന നിപ്പിലൊക്കെ രാത്രിയിലൊക്കെ പെട്ടെന്ന് തോന്നുക അന്ന് ഒന്ന് കുണ്ടറേ പോകാൻ നോക്കുമ്പോൾ നിന്ന നിപ്പിൽ കാറെടുക്കാൻ പോവുക. അതായിരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു രീതി. പിന്നെ പപ്പയൊക്കെ വയ്യാതായി, പപ്പയ്ക്ക് വണ്ടിയൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോക്കും വരവൊക്കെ കുറഞ്ഞിരിക്കുന്നത്. മറ്റേത് സ്ഥിരം അവിടെ തന്നെയായിരുന്നു. നിന്ന നിപ്പിലൊക്കെ അങ്ങ് പോവുക, അതായിരുന്നു കേട്ടോ നമ്മുടെ പണി. ഇതിനിടയ്ക്ക് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം ശരിക്കും തകൃതിയായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചീരൻ്റെ തോരൻ്റെ ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ജിൻസി വന്നു. അപ്പോൾ ആൻറ്റി പറയായിരുന്നു ഇവിടുത്തെ വലിയൊരു ടെസ്റ്റർ ആണെന്ന്. ഇവിടെ എല്ലാരും നല്ലോണം ചാപ്പാട് ഉണ്ടാക്കി, ഇവിടെ എല്ലാരും നല്ല ചാപ്പാട് നല്ലോണം ചാപ്പാട് ഉണ്ടാക്കി. ഞാനിങ്ങനെ ഉണ്ടാക്കിയതൊക്കെ എന്റെ വ്യാപാരം കഴിച്ച് പെടത്ത് ഞാനേ ഉള്ളൂ അല്ലേ? ദുബായിൽ ആന്റി വന്ന സമയത്തുണ്ടല്ലോ ഞാനത് കഴിഞ്ഞിരുന്നു. ആന്റിയുടെ ഫുഡ് കഴിച്ചാണ് ഞാൻ അന്ന് മുതൽ കണ്ടിന്യൂ ചെയ്യുന്ന തന്നെയാണ്. ആന്റി വന്നപ്പോ വയറ് പാടായി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്കിളും റോബിനും പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്കിളിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് എന്തോ പണിയുടെ സാധനങ്ങൾ എന്തോ എടുക്കാനോ എന്തോ വർക്ക് എടുക്കാനോ എന്തോ പോയിരുന്നായിരുന്നു അവർ. നമ്മൾ ചെന്ന് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ വന്നത്. അയ്യുണ്ട്, നമ്മളിനി എന്താ ചെയ്യാൻ പോയി? ചതച്ച മുളകിട്ട് എടുക്കാം, നമുക്ക് കാണാം അത്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ചിക്കൻ കറിയിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ ആ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു എണ്ണ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ സവാളയും കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. പക്ഷേ ആരും അങ്ങനെ ചിക്കൻ കറിയിൽ കടുക് പൊട്ടിക്കുന്നതായിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിവില്ല. പക്ഷേ ഞാൻ കടുക് പൊട്ടിക്കാറുണ്ട് കേട്ടോ. എനിക്കപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ സാധാരണ താളിച്ചൊഴിക്കുന്നത് പോലെ വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ താളിച്ച് എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമേ താളിച്ചെടുത്തിട്ടാണ് അതിലേക്ക് സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കി എടുക്കുന്നത്. അപ്പോൾ ആൻറ്റി അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെളിച്ചെണ്ണ കൂടുതലാണെന്ന് തോന്നി കുറച്ച് ഒഴിച്ച് മാറ്റി കളഞ്ഞതാണ് കേട്ടോ. ആൻറ്റി പെട്ടെന്ന് ശ്രദ്ധിക്കാതെയാണ് അതിനകത്തേക്ക് സവാളയൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇത് ബാലൻസ് ചെയ്ത് എടുക്കുന്നത് അങ്ങ് കളയും കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ നമ്മളിങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് റോബിൻ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനുമായിട്ടൊക്കെ കുറേ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നു. അവർ പുറത്ത് പോയിട്ട് വന്നതാണ് കേട്ടോ, നമ്മുടെ വർക്ക്ഷോപ്പിൽ എന്തോ ആവശ്യമായിട്ടൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്കൂടെ ഇതിൻ്റെ മെയിൻ ഒരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽ മുളക് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇടുന്നതാണ്. അതാണ് ഈ മുളക് ചതച്ചിട്ട് ചിക്കൻ കറി വെക്കുക എന്ന് പറയുന്നത്.
അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഐറ്റം. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി, പിന്നെ ഗരം മസാല. നമ്മുടെ ഇവിടെയൊക്കെ ഈ ബീഫിനകത്ത് ഇടുന്ന മസാലയ്ക്ക് ഗരം മസാല എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ ആ മസാലയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് ഇതിൻ്റെ ചൂട് പോകുന്നിടം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിനിടയ്ക്ക് ഞാൻ ആൻറ്റിക്ക് ഇരുന്ന് ആൻറ്റിയെ കളിയാക്കുകയാണ് കേട്ടോ, എന്തൊക്കെയോ പറഞ്ഞിട്ട്. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കറി പറയാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ കറി അവിടെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൂടെ നമ്മുടെ ഷൊണ്ണാപ്പി ഉറങ്ങി. മിക്കയിടത്തും ഞാൻ ജോബിയെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, ജോബി ആരാണെന്ന് കുറേ പേര് കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജോബി എന്ന് പറഞ്ഞത് ഈ ഇരിക്കുന്ന ആളാണ് കേട്ടോ. കാണാൻ നല്ല സുന്ദര കുട്ടനാണ്. ഇപ്പോൾ ഇവൻ നമ്മുടെ കൂടെ ഈ ലോകത്ത്, ഇന്ന് ഈ ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്ത് അവൻ നമ്മോടൊപ്പം ഇല്ല. 2 വർഷത്തിന് മുമ്പ് അവൻ നമ്മളെല്ലാം വിട്ടുപോയി. ഒരു ആക്സിഡൻറ്റിലായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഒരു 2 ഇയർ ബാക്ക് ഒരു ക്രിസ്മസിൻ്റെ നിന്ന് വെളുപ്പിനെ ഒരു അമേസ് കാറിൽ പോയിരുന്നപ്പോഴാണ് അവനൊരു ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മമ്മിയുടെ അനിയത്തിയുടെ ഇളയ മോനാണ്, എൻ്റെ അനിയനാണ്. എൻ്റെ ഏത് സാഹചര്യത്തിലും ഞാൻ എന്ത് പ്രതിസന്ധിയിൽ നിന്നാലും, എക്സ്പെഷ്യലി പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രസവ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്ന ഒരാളാണ് കേട്ടോ എൻ്റെ അനിയൻ എന്ന് പറയുന്നത്. എൻ്റെ ഈ അനിയൻ മാത്രമല്ല, എൻ്റെ വേറെ 2 അനിയന്മാരും ആ സമയത്ത് എൻ്റെയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊരാവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്കുകൾ കിട്ടത്തില്ല, അത്രത്തോളം ഉണ്ട് അവനെപ്പറ്റി പറയാനെ കൊണ്ട്. ഈ ഒരു സ്ഥലത്താണ് കേട്ടോ അവൻ ഇപ്പോഴുള്ളത്. ഞാൻ പോകുന്ന വഴിക്ക് അവനെ കാണാൻ കയറിയപ്പോൾ എടുത്ത വീഡിയോ ആണ്, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ റോബിൻ്റെ മോനെ ജോബിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇതിനൊരു കഥയുണ്ടെന്ന്. ജോബിയുടെ പേരാണ് മോന് ഇട്ടിരിക്കുന്നത്, ജോബിൻ എന്നുള്ളത്. അവനാണിപ്പോൾ ഞങ്ങളുടെ ജോബി. ഇപ്പോൾ ഈ ഒരു കലറയിൽ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഞാൻ, എന്നാൽ നിങ്ങളിലുപരി എന്നെ ഇഷ്ടപ്പെടുന്നവൻ നിത്യജീവിതത്തിലേക്ക് വിളിച്ചു. സത്യമാണ്, ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു അവൻ. അപ്പോൾ അവനെ ദൈവം വിളിച്ചപ്പോൾ അവൻ ഞങ്ങളിൽ നിന്നെല്ലാവരും പോയി. ഇപ്പോഴും അവൻ്റെ ഓർമ്മകൾ മരിച്ചിട്ടില്ല. അവൻ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അമ്മച്ചി ചിരിച്ചേ, ചുമ്മാ ചിരി. ഓ ഇനി പെണ്ണ് കാണാൻ വരുന്ന ആരാണ്ട് പല്ല് കാണിച്ചിട്ട് അവിടെ ചിരി. പൊന്നു കാടി കണ്ടി. ആന്റി ഞാൻ നോക്കി ഹലോ, ഞങ്ങളുടെ പൊണ്ണായിട്, ഞങ്ങളുടെ പൊണ്ണായിട്, ഞങ്ങളുടെ ജോപ്പനായിട്, ഞങ്ങളുടെ ജോപ്പന ഞങ്ങളുടെ ഡോപ്പനെ കണ്ടു. ഇത് ഞങ്ങളുടെ ഡോപ്പനാ, ഇത് ഞങ്ങളുടെ ഡോയപ്പ, ഇത് ഞങ്ങളുടെ ഡോയപ്പേ, ഇത് ഞങ്ങളുടെ ഡോപ്പന്. അപ്പൊ നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. കഴിഞ്ഞില്ലേ ആന്റി? നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കിച്ചൺ വൃത്തിയാക്കുന്നു. ഇനി നമുക്ക് ഫുഡ് അടിക്കാം അല്ലേ? ഫുഡ് അടിച്ച് മഴയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് തെറിക്കണം. എന്തിനാണ് വന്നത്? ചുമ്മാ രസം ഇരുന്നപ്പോ വരാൻ തോന്നി വന്നു. അങ്ങനെ വീണ്ടും കുറച്ച് നേരം നമ്മുടെ ജോബിയായിട്ട് കുറേ നേരമൊക്കെ കളിച്ചു. അവനാണെന്നുണ്ടെങ്കിൽ ഈ ടി വിയിൽ നമ്മുടെ കാട്ടിലെ കണ്ണൻ ആ ഒരു കാർട്ടൂൺ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും അവൻ ഓർമ്മയില്ല ഇന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫുൾ അതിനകത്തോട്ട് നോക്കിയിരുന്ന് ചിരിയും കളിയും ബഹളം തന്നെയാണ്. അതിനിടയ്ക്കൂടെ ടോയ്സ് എടുത്ത് കൊടുത്താലൊന്നും അവന് അതൊന്നും ഒരു മൈൻഡേ അല്ല. അപ്പോൾ അവൻ കണ്ടുകൊണ്ടിരുന്ന പാട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിച്ചിരി മോറ കാണിപ്പ് തുടങ്ങി. അതിനിടയ്ക്കൂടെ ടി വിയിൽ നോക്കുന്നുണ്ട്, ആ പാട്ട് ഇപ്പോഴെങ്ങാനും ഒന്ന് ഇടുവോ എന്നുള്ള രീതിയിലായിരിക്കും നോക്കുന്നത്. ഇതിനിടയ്ക്കൂടെ കിച്ചൂസിൻ്റെ വക കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. കിച്ചൂസിന് അവനെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ അവൻ ഭയങ്കര കരച്ചിലാണ് അവൻ്റെ കയ്യിൽ പോകുമ്പോൾ. അപ്പോഴേക്കും നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നത് ഇതാണ്. നമ്മൾ വരട്ടി വെച്ച നമ്മുടെ ചിക്കൻ ഫ്രൈ ഓർ ചിക്കൻ കറി, പിന്നെ നമ്മുടെ ചീരത്തോരനുണ്ടായിരുന്നു, ഡാല് കറി, പപ്പടം, ചോറ്, അച്ചാറ്, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ.
എന്തൊക്കെ പറഞ്ഞാലും അന്യായ ടേസ്റ്റ് തന്നെയായിരുന്നു. എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചെങ്കിലും എപ്പോഴും നടക്കാറുള്ള പതിവ് ഇപ്പോഴും നടന്നു. ആരും അവിടെ ഇരുന്ന് കഴിക്കില്ല. എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ ഈ പഴയ കിച്ചണും പഴയ റൂമുകളും ഒക്കെ തന്നെയാണ് കേട്ടോ. ഈ ഒരു റൂം ഇറക്കിയെന്ന് വെച്ചാൽ ഈ വീട് പണിയുന്ന സമയത്ത് ഒരു ഷെഡ് ഇറക്കിയതാണ് കേട്ടോ. വലിയൊരു ഷെഡാണ്, വലിയൊരു ഹാളാണത്. അപ്പോൾ അവിടെ ഇരുന്നാണ് കേട്ടോ എല്ലാവരോടും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ കിച്ചൂസിന് ഫുഡൊക്കെ കൊടുക്കുന്നതിനിടയ്ക്ക് ഞാനും ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. നല്ല എരിയുണ്ടെന്ന് പറഞ്ഞ് കിച്ചൂസിന് പിന്നെ ഫുൾ ടൈം വെള്ളം വേണം കേട്ടോ ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക്. അങ്ങനെ അവന് ഫുഡ് കൊടുത്തിട്ട് ഞാനും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ സമയം ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഹാളിൽ വന്നിരുന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് അവിടെ ഇരുന്ന് കളിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ റോബിൻ ആ പരിസരത്തൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. റോബിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പിന്നെ ഇതിനിടയ്ക്ക് കുഞ്ഞാപ്പൂവിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അവനെ ഉറക്കാൻ നോക്കുകയാണ് കേട്ടോ, പക്ഷെ നടക്കുന്നില്ല. അവൻ എങ്ങനെയും വെളിയിൽ ഇറങ്ങി ചാടി കിച്ചൂസിനോട് കളിക്കാനൊക്കെ ഉള്ളൊരു വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനെ എത്ര ഉറക്കാൻ ശ്രമിച്ചാലും ഉറങ്ങത്തില്ല. അവനെ ഉറക്കുന്നതിനൊക്കെ ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ. ഇയാൾ നെഞ്ചത്ത് കിടന്നെങ്കിൽ അയാൾക്ക് ഉറക്കം വരത്തുള്ളൂ. ആൻറ്റി ഇങ്ങനെ കൊണ്ട് നെഞ്ചത്ത് കിടത്തി ഇങ്ങനെ ഉറക്കിയിരിക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റോബിൻ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സിപ്പപ്പൊക്കെ വാങ്ങിച്ചെടുത്തത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണെന്നറിയോ സിപ്പപ്പൊക്കെ കുടിക്കുന്നത്. നല്ല മാംഗോയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മാംഗോയുടെ ഫ്ലേവർ ആയിരുന്നു, പിസ്തയുടെ ഫ്ലേവർ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഫ്ലേവർ മേടിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ വിലയൊക്കെ നോക്കുകയാണ് കേട്ടോ നമ്മൾ പോകുമ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എടുക്ക് നമുക്ക് കുറച്ച് ഡ്രാഗന്റെ തൈ പറിക്കാൻ പോകാം. ഇവിടെ ആകുമ്പോ ഡ്രാഗൺ ഉണ്ട്, ഒരു മൂടേ ഉള്ളു. അതിനകത്ത് കുറെ ശിഖരങ്ങളുണ്ട്, നമുക്ക് അടിച്ചു മാറ്റാം. വീണ്ടും വീടിന് ഏറ്റവും മുകളിലാണ് സംഭവം. നമ്മുടെ ഡ്രാഗൺ ഒറ്റ മൂടേ ഉള്ളു. നമ്മൾ അതിനകത്തുനിന്ന് വിത്തുണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെ നമ്മൾ വീടിൻ്റെ മുകളിൽ കയറി. വീടിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രാഗണെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം കയറാൻ പാടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് നമ്മൾ മുകളിൽ കയറിയത്. അവിടെ ഒരു ഡ്രമ്മിനകത്ത് മണ്ണ് നിറച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് ഒരു കമ്പിയൊക്കെ കൊടുത്തിട്ട് 2 ടയറൊക്കെ വെച്ചിട്ട് ഒരു ഒറ്റ മൂടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം ശിഖരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യത്തിനൊക്കെ മുറിച്ചെടുക്കാൻ പറ്റി. മുറിച്ചെടുക്കുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മുള്ളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കയ്യിലൊക്കെ അത്യാവശ്യം കൊണ്ട് കയറുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 3 മൂട് എടുത്തിട്ടുണ്ട്. 3 മുട്ടിലായിട്ട് നടാനെ കൊണ്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മുകളിൽ കയറി നിന്ന സമയത്ത് തന്നെ. കാരണം അവിടെ നിന്ന് അത് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും എൻ്റെ കയ്യിലൊരു മുള്ളു കൊണ്ട് കയറിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മളതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ടേ. നമ്മൾ 3 എണ്ണം പറിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നാളെ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് നടണം. നമുക്ക് നാളത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡ്രാഗൺ നമ്മളവിടെ ഓൾറെഡി 3 എണ്ണം ഉണ്ട്. അല്ല 3 എണ്ണം എന്ന് വെച്ചാൽ ഒരു തൈക്കകത്ത് തന്നെ കുറെ കിളിച്ച് വരുന്നുണ്ട്. പക്ഷെ കൺഫ്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ല അത് ഡ്രാഗൺ ആണോ എന്ന്. ഇതെന്തായാലും ഡ്രാഗൺ ആണ്. എന്തായാലും നമ്മൾ ഇവിടെ നിന്നും കൂടെ എടുത്തതാണ്. നമുക്ക് എന്തായാലും നട്ട് നോക്കാം. നമുക്ക് വീടിന്റെ മുകളിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മണ്ണും കൊണ്ടൊക്കെ മുകളിലോട്ട് കയറുന്നതാണ് ടാസ്ക്. എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നേരെ താഴെ വന്നു. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്കകത്തായിട്ടുണ്ടായിരുന്നു. പിന്നെ ചായകളുടെ ടൈമാണ്. എല്ലാവരും നിരന്നിരുന്ന് ചായ കുടിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. നമ്മുടെ അടുത്ത് എഴുത്താണിയുണ്ട്. നമ്മുടെ എഴുത്താണിയിൽ നിന്നാണ് കേട്ടോ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ടുതരും. അങ്ങനെ എഴുത്താണിയിൽ നിന്ന് നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചു. ചായ നമ്മൾ വീട്ടിലിട്ടു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഇതും ഒരു വൈബ് തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞിരുന്നു. ഓരോ കാര്യങ്ങൾ നുണയൊക്കെ അടിച്ച് നമ്മളെന്നെ ചെയ്യും. എപ്പോഴും പറയുന്നത് പോലൊക്കെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് പോകണമെന്ന് വെച്ചാണ്. പക്ഷെ നമ്മളിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോരുന്നില്ല. കാരണം നമുക്കിന്ന് അവിടെ അടുത്തൊരു പള്ളിപ്പെരുന്നാളുണ്ടായിരുന്നു. അവിടെ നേർച്ചയൊക്കെ ചെയ്യുന്നൊരു പള്ളിയാണ് കേട്ടോ. അവിടെ വിളക്കെടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പോകുന്നില്ല എന്നൊക്കെ വെച്ചിരുന്നതാണ്. പക്ഷേ ടൈമായപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ടങ്ങ് പോകാൻ വേണ്ടിയിട്ട് മടിച്ചു കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് വരാനും മടിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് നേരെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം പെരുന്നാളിൻ്റെ ടൈം ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ അവിടെ വിളക്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വിളക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ പള്ളികളിലും പോയി പ്രാർത്ഥിച്ച് നടക്കും. അങ്ങനെയല്ല, എന്നാലും ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു നേർച്ചയാണ് വിളക്കെടുപ്പ്. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ എടുത്തു, നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു.
നമ്മുടെ സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല എന്നിരുന്നെങ്കിൽ പോവാതിരുന്നിരുന്നെങ്കിൽ അതൊരു നഷ്ടമായേനെ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നീട് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പോയി ഒരുപാട് നേരം നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനവും സന്തോഷമൊക്കെ തോന്നി. എന്തായാലും നമ്മുടെ ഒരു വീഡിയോയുടെ അവസാനം നമ്മളൊരു പള്ളിയിൽ പോക്കോടുകൂടി അവസാനിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷം. ദൈവത്തിന് നന്ദി. എന്തായാലും നമ്മുടെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്.